ഹായ് ഓൾ, ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് +1 ക്ലാസ്സിലെ ചാപ്റ്റർ 9 ഹൈഡ്രോകാർബൺസ്. ഹൈഡ്രോകാർബൺസിനകത്ത് കൺഫർമേഷൻസ് ഇൻ ഹൈഡ്രോകാർബണിനകത്ത് കൺഫർമേഷൻസ് ഓഫ് ഈഥെയ്ൻ ആണ് ഡിസ്കസ് ചെയ്യുന്നത്. കൺഫർമേഷൻസ് ഓഫ് ഈഥെയ്ൻ്റെ അകത്ത് നമുക്ക് രണ്ട് റെപ്രസെൻറ്റേഷൻ ആണ് പഠിക്കാനായിട്ടുള്ളത്. ഒന്ന് ന്യൂമാൻ പ്രൊജക്ഷനും ഒരെണ്ണം സോഹോഴ്സും. അപ്പോൾ ന്യൂമാൻ പ്രൊജക്ഷനും സോഹോഴ്സും, അതായത് ഒരു മോളിക്യൂളിനെ നമ്മൾ 3 ഡയമെൻഷണൽ ഫോമിൽ റെപ്രസെൻറ്റ് ചെയ്യാനായിട്ടാണ് നമ്മൾ വെഡ്ജ് ഫോർമുല, അതുപോലെ തന്നെ ഫിഷർ ഫോർമുല, പിന്നെ ന്യൂമാൻ പ്രൊജക്ഷൻ, അതുപോലെ തന്നെ സോഹോഴ്സ് പ്രൊജക്ഷൻ നമ്മൾ സാധാരണയായിട്ട് യൂസ് ചെയ്യുന്നത്. അപ്പം കൺഫർമേഷൻസ് ഓഫ് ഈഥെയ്ൻ. അപ്പോൾ കൺഫർമേഷൻസ് ഓഫ് ഈഥെയ്ൻ എന്ന് പറഞ്ഞാൽ ഒരു മോളിക്യൂളിൻ്റെ സ്പേഷ്യൽ അറേഞ്ച്മെൻറ്റിനെ നമ്മൾ വേറൊരു ഫോമിലോട്ട് കൺവേർട്ട് ചെയ്യുന്നത് ബൈ റൊട്ടേഷൻ വഴിയായിരിക്കും. ഒന്നുകിൽ 60 ഡിഗ്രി റൊട്ടേഷൻ വഴിയൊക്കെ ആയിരിക്കും നമ്മൾ ഒരു മോളിക്യൂളിൻ്റെ സ്പേഷ്യൽ അറേഞ്ച്മെൻറ്റ് നമ്മൾ വേറൊരു സ്പേഷ്യൽ അറേഞ്ച്മെൻറ്റിലോട്ട് മാറ്റുന്നത് ബൈ റൊട്ടേഷൻ വഴിയാണ്. ഇങ്ങനെയുള്ളതിനെയാണ്, അല്ലെങ്കിൽ ഈ പ്രോസസ്സിനെ പറയുന്ന പേരാണ് കൺഫർമേഷൻ എന്ന് പറയുന്നത്. അപ്പോൾ നമുക്ക് കൺഫർമേഷൻ ഓഫ് ഈഥെയ്ൻ ആണ് നമുക്ക് ഫസ്റ്റ് ഡിസ്കസ് ചെയ്യാനുള്ളത്. ന്യൂമാൻ പ്രൊജക്ഷൻ ഓഫ് ഈഥെയ്ൻ ആണ്. ന്യൂമാൻസ് പ്രൊജക്ഷൻ ഓഫ് ഈഥെയ്ൻ. ന്യൂമാൻ പ്രൊജക്ഷൻസ് ഓഫ് ഈഥെയ്ൻ. ഓക്കെ, ന്യൂമാൻ പ്രൊജക്ഷൻസ് ഓഫ് ഈഥെയ്ൻ, അതായത് ഈഥെയ്ൻ എന്ന് പറയുന്നത് 2 കാർബണാറ്റാണുള്ള അല്ലേ, 2 കാർബണാറ്റം, കാർബൺ ഇടയ്ക്ക് നമുക്ക് ഈഥെയ്ൻ ആയതുകൊണ്ട് സിംഗിൾ ബോണ്ട് ആണുള്ളത്. അപ്പോൾ ഈ കാർബണാറ്റത്തെ നമ്മൾ C1 എന്നും ഇതിനെ നമ്മൾ C2, അതായത് ചുമ്മാ റെപ്രസെന്റ് ചെയ്യും. ഇപ്പോൾ അപ്പോൾ ഈ കാർബണാറ്റത്തിന്റെ വാലൻസി എന്ന് പറയുന്നത് 4 ആണെന്ന് നമുക്കറിയാം. ഇവിടെ ഓൾറെഡി ഒരു ബോണ്ട് കൊടുത്തിട്ടുണ്ട്. ബാക്കി നമുക്ക് 3 ഹൈഡ്രജനെ വെച്ച് നമ്മളിവിടെ അഡ്ജസ്റ്റ് ചെയ്തു അല്ലേ. CH3 ലിക്വിഡ് ആണ്, CH3. ഓക്കെ, അപ്പൊ ഇത് ഈഥെയ്ൻ ആണ്. ഇനി ഈഥെയ്ൻ്റെ കൺഫർമേഷൻ, അതായത് ന്യൂമാൻ പ്രൊജക്ഷൻ വെച്ചിട്ട് നമ്മൾ ഈഥെയ്നെ എങ്ങനെയാണ് റെപ്രസെന്റ് ചെയ്യുന്നത് നോക്കാം. അപ്പം ന്യൂമാൻ പ്രൊജക്ഷൻ ആയിട്ട് നമ്മൾ റെപ്രസെന്റ് ചെയ്യുന്നതിന് ഈ ഫ്രണ്ട് കാർബണാറ്റം എന്ന് പറയുന്ന C1ഉം ബാക്ക് കാർബണാറ്റം C2 ആയിട്ട് നമ്മൾ എടുക്കാം. അപ്പൊ ഈ ഡോട്ട്, അതായത് ഒരു ഡോട്ട് എന്ന് പറയുന്നത് C1 കാർബണാറ്റം C1 ആയിട്ടും അതിന്റെ സർക്കിൾ പുറകിൽ ഒരു സർക്കിളിനെ വരച്ചിട്ട് നമ്മളത് C2 ആയിട്ടും എടുക്കുക. ഇത് ഫ്രണ്ട് കാർബണാറ്റം C1ഉം ബാക്ക് കാർബണാറ്റം C2. ഓക്കെ, ഫ്രണ്ട് കാർബണാറ്റത്തിൽ എത്ര ഹൈഡ്രജൻ ഉണ്ടെന്ന് നോക്കുക. ഫ്രണ്ട് കാർബണാറ്റത്തിൽ നമുക്ക് 3 ഹൈഡ്രജനാണ്. ആ 3 ഹൈഡ്രജനെ നമ്മൾ റെപ്രസെന്റ് ചെയ്യുന്നത് ഈ ഫോമിലായിരിക്കും. 3 ഹൈഡ്രജനെ റെപ്രസെന്റ് ചെയ്യുന്നത് ഹൈഡ്രജൻ. ഇനി അടുത്ത കാർബണാറ്റം എന്ന് പറയുന്നത് ബാക്ക് കാർബണാറ്റം. നമ്മൾ സർക്കിളായിട്ട് റെപ്രസെന്റ് ചെയ്തിരിക്കുന്നതാണ് ബാക്ക് കാർബണാറ്റം. അതിലും നമുക്ക് 3 ഹൈഡ്രജൻ ഉണ്ട്. അപ്പൊ ഈ 3 ഹൈഡ്രജനെ നമ്മൾ ജസ്റ്റ് ആ ഹൈഡ്രജനെ പുറകിലായിട്ട് അങ്ങ് റെപ്രസെന്റ് ചെയ്യുക. ഈ ഫോമിനെ പറയുന്ന പേരാണ് എക്ലിപ്സ്ഡ് ഫോം. അപ്പം ഒരു ഹൈഡ്രജൻ ആറ്റത്തിന്റെ തൊട്ട് പുറകിലായിട്ട് അടുത്ത മോളിക്യൂൾ അല്ലെങ്കിൽ അടുത്ത ഹൈഡ്രജൻ ആറ്റം വന്നു കഴിഞ്ഞാൽ അതിനെ നമ്മൾ പറയുന്നതാണ് എക്ലിപ്സ്ഡ് ഫോം എന്ന് പറയുന്നത്. ഓക്കെ, അപ്പം ഇനി ഈ എക്ലിപ്സ്ഡ് ഫോം, ഈ 2 ഹൈഡ്രജൻ ആറ്റം 2 ആൾക്കാർ തമ്മിൽ കൂടിയിരുന്നു കഴിഞ്ഞാൽ അവിടെ ടോർഷണൽ സ്ട്രെയിൻ അല്ലെ, എനർജി അവിടെ കൂടുതലായിരിക്കും അല്ലെ. അപ്പൊ ഈ ഇതിന്റെ തൊട്ട് പുറകിലായിട്ട് ഇരുന്ന് കഴിഞ്ഞാൽ അതിന്റെ എനർജി അവിടെ കൂടുതലായിരിക്കും. എനർജി കൂടുമ്പോൾ നമുക്ക് സ്റ്റെബിലിറ്റി കുറയും അല്ലെ. അപ്പൊ ഇവിടെ എക്ലിപ്സ്ഡ് ഫോം ആകുമ്പോഴത്തേക്കും ഇവിടെ ഹൈ എനർജി ആയിരിക്കും, അതുപോലെ തന്നെ സ്റ്റെബിലിറ്റി ലെസ് ആയിരിക്കും, ലെസ് സ്റ്റേബിൾ ആയിരിക്കും. ഓക്കെ, എക്സാമിന് ചോദിക്കുന്നതാണ് കേട്ടോ. ഹൈ എനർജി എക്ലിപ്സ്ഡ് ഫോം ആണെങ്കിൽ ഹൈ എനർജി ആയിരിക്കും. ഹൈഡ്രജൻ എല്ലാം തൊട്ടടുത്തടുത്തല്ലേ ഇരിക്കുന്നത്. അപ്പൊ അവിടെ എനർജി, ടോർഷണൽ സ്ട്രെയിൻ കൂടുതലായിരിക്കും. അപ്പൊ എനർജി അവിടെ കൂടുതലായിരിക്കും. അപ്പൊ അതെന്തായിരിക്കും, എനർജി കൂടിക്കഴിഞ്ഞാൽ അത് മുകളിലോട്ട് പോകാനല്ലേ നോക്കുള്ളൂ. അപ്പൊ അതിന്റെ സ്റ്റെബിലിറ്റി എന്തായിരിക്കും, കുറവായിരിക്കും. ഓക്കെ, അപ്പൊ ഇനി എക്ലിപ്സ്ഡ് ഫോം കഴിഞ്ഞ് ഇനി അടുത്തത് 2 ഫോമാണ് ന്യൂമാൻ പ്രൊജക്ഷൻ ഓഫ് ഈഥെയ്നകത്തുള്ളത്. ഒന്ന് എക്ലിപ്സ്ഡ് ഫോം, ഒന്ന് സ്റ്റാഗേർഡ് ഫോമും ഇതുപോലെ തന്നെ നമ്മൾ ഫ്രണ്ട് കാർബണാറ്റത്തെ അതുപോലെ തന്നെ ഡോട്ട് ആയിട്ട് എടുക്കുക. ബാക്ക് കാർബണാറ്റത്തെ സർക്കിൾ ആയിട്ടും എടുക്കുക. ഓക്കെ, C1 C2 എന്ന് പറയുന്നത് അതുപോലെ തന്നെ റെപ്രസെന്റ് ചെയ്ത് വെക്കുക. ഹൈഡ്രജൻ ബാക്ക് കാർബണാറ്റത്തെ മാത്രം നമ്മൾ മാറ്റിയാൽ മതി. ബാക്ക് കാർബണാറ്റത്തിൽ ഈ തൊട്ട് പുറകിലിരിക്കുന്ന ഹൈഡ്രജനെ നമ്മളൊന്ന് 60 ഡിഗ്രി റൊട്ടേറ്റ് ചെയ്ത്, റൊട്ടേഷനിലെ ഇവിടെ കൺഫർമേഷൻ എന്ന് പറയുന്നത് 60 ഡിഗ്രി റൊട്ടേറ്റ് ചെയ്ത് നമ്മൾ ഇതിന്റെ ഇടയ്ക്കായിട്ട് കൊണ്ടുവരും. അപ്പൊ നോക്കിയേ, ഇവിടുന്ന് 60 ഡിഗ്രി റൊട്ടേറ്റ് ചെയ്തു. അപ്പൊ ഈ ഫോം എന്ന് പറയുന്നതാണ് സ്റ്റാഗേർഡ് ഫോം.
സ്റ്റാഗേർഡ് ഫോം. ഇതിനകത്ത് ഹൈഡ്രജൻ എല്ലാം അകന്നകന്നാണ് ഇരിക്കുന്നത്. ഇവിടെ ടോർഷണൽ സ്ട്രെയിൻ ഇല്ല, എനർജി കുറവ് മതി, അപ്പൊ സ്റ്റെബിലിറ്റി കൂടുതലായിരിക്കാം. അപ്പൊ ലെസ് എനർജി മോർ സ്റ്റേബിൾ. ലെസ് എനർജി മോർ സ്റ്റേബിൾ. അപ്പൊ നമ്മൾ എക്ലിപ്സ്ഡ് ഫോമും സ്റ്റാഗേർഡ് ഫോം ഓഫ് ഈതേനെ നമ്മളിപ്പം ഡിസ്കസ് ചെയ്തു. ന്യൂമാൻ പ്രൊജക്ഷൻ ഫോർമുല, അതായത് ഫ്രണ്ട് കാർബൺ ആറ്റം ഡോട്ടായിട്ടും ബാക്ക് കാർബൺ ആറ്റം സർക്കിളായിട്ട് നമ്മൾ റെപ്രസെന്റ് ചെയ്തു. അതിൽ ഹൈഡ്രജനെ നമ്മൾ കൊടുത്തു. അല്ല എക്ലിപ്സ്ഡ് ആണെങ്കിൽ ഹൈഡ്രജൻ രണ്ടും അടുത്തടുത്തിരിക്കും. ഫ്രണ്ട് കാർബൺ ആറ്റത്തിലും ബാക്ക് കാർബൺ ആറ്റത്തിലും ഉള്ള ഹൈഡ്രജൻ തമ്മിൽ അടുത്തിരിക്കുകയാണെങ്കിൽ അത് എന്തായിരിക്കും? എക്ലിപ്സ്ഡ് ഫോം ആയിരിക്കും. അത് 60 ഡിഗ്രി റൊട്ടേറ്റ് ചെയ്ത് മാറിയിരിക്കുകയാണെങ്കിൽ അതായിരിക്കും സ്റ്റാഗേർഡ് ഫോം ആയിരിക്കും. ഓക്കെ. ഇനി അതുപോലെ തന്നെ ഇതിനെ 60 ഡിഗ്രി റൊട്ടേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ ഈ ഹൈഡ്രജൻ ആറ്റം ഇതിന്റെ പുറകിൽ വരും അല്ലെ, അപ്പൊ അത് വേറെ എക്ലിപ്സ്ഡ് ഫോം ആയിരിക്കും. പിന്നെ അടുത്ത 60 ഡിഗ്രി റൊട്ടേഷൻ എന്ന് പറയുന്നത് ഈ പുറകിൽ ഇരിക്കുന്ന ഹൈഡ്രജൻ ആറ്റം ഇങ്ങോട്ട് വരും. അത് സ്റ്റാഗേർഡ് ഫോം. അതിങ്ങനെ ഓരോ രീതിയിൽ കൺഫർമേഷൻ ആണ് പറയുന്നത് കേട്ടോ. ഇനിയിപ്പം ഇതിൻ്റെ അകത്ത് ഈതിന്റെ കൺഫർമേഷൻ കഴിഞ്ഞ് നമുക്ക് ഈതിന്റെ അവിടെ സബ്സ്റ്റിറ്റ്യൂട്ട്, അതായത് ഹൈഡ്രജന്റെ അവിടെ നമുക്ക് ക്ലോറിനൊക്കെ വന്നു കഴിഞ്ഞാൽ എങ്ങനെ എഴുതാമെന്ന് നോക്കാം. ഇപ്പം എക്സാമ്പിൾ എടുക്കുകയാണെങ്കിൽ 1,2 ഡൈക്ലോറോ ഈതേൻ, 1,2 ഡൈക്ലോറോ ഈതേൻ. 1,2 ഡൈക്ലോറോ ഈതേൻ്റെ അകത്ത് 1,2 ഡൈക്ലോറോ ഈതേന് നമ്മളെങ്ങനെ എഴുതുന്നത്? 2 കാർബൺ ആറ്റം. ഈതേൻ ആണെങ്കിൽ 2 കാർബൺ ആറ്റം, ഇടയ്ക്ക് സിംഗിൾ ബോണ്ട് ഉണ്ട്. രണ്ടാമത്തെ പൊസിഷനിൽ എന്തുണ്ട്? ഓരോ ക്ലോറിൻ വെച്ചിട്ട് ആ ക്ലോറിനെ ഞാനിങ്ങനെ മാറ്റി എഴുതുവാണ്. ക്ലോറിൻ. പിന്നെ ബാക്കിയെല്ലാം എന്താണ്? ഹൈഡ്രജൻ ആണ് അല്ലേ. ഇവിടെ 2 ഹൈഡ്രജൻ, ഇവിടെ 2 ഹൈഡ്രജൻ. അപ്പൊ ഇതിന് നമ്മൾ എങ്ങനെയായിരിക്കും എഴുതുന്നത്? ഇപ്പൊ ഇവിടെ ക്ലോറിൻ ഉണ്ട്, ഇവിടെ ക്ലോറിൻ ഉണ്ട്. ഇത് ഫ്രണ്ട് കാർബൺ ആറ്റം, ഇത് ബാക്ക് കാർബൺ ആറ്റം അല്ലെ. അപ്പൊ ഇതിന്റെ അകത്ത് എഴുതുമ്പോഴത്തേക്ക് ഇത് ഫ്രണ്ട് കാർബൺ ആറ്റത്തിൽ ഒരു ക്ലോറിൻ ഉണ്ട്. അപ്പൊ ഈ ഫ്രണ്ട് കാർബൺ ആറ്റത്തിന്റെ ഈ ക്ലോറിനെ ഞാനങ്ങ് ഇങ്ങോട്ട് മാറ്റി. ഓക്കെ. അതുപോലെ തന്നെ അടുത്ത ബാക്ക് കാർബൺ ആറ്റം ഇവിടെ ഉണ്ട്. ആ ബാക്ക് കാർബൺ ആറ്റത്തിൽ ഒരു ക്ലോറിൻ ഉണ്ട്, ഇങ്ങോട്ട് കൊടുത്ത്. ഇവിടെ ഇങ്ങോട്ട് തന്നെ കൊടുക്കണം എന്നൊരു നിർബന്ധവും ഇല്ല. പിന്നെ നമ്മൾ ഇതിനകത്ത് എക്ലിപ്സ്ഡ് ഫോം ഹൈ എനർജി, അതായത് ഈ മോളിക്കൂൾ തമ്മിൽ അടുത്തിരുന്നാൽ മാത്രമേ അവിടെ ടോർഷണൽ സ്ട്രെയിൻ ഉണ്ടാവുള്ളൂ. അപ്പൊ അത് ഹൈ എനർജി ആയിരിക്കും വരുന്നത്. അപ്പൊ ലെസ് സ്റ്റേബിൾ ആയിരിക്കും. ഇതാണ് എക്ലിപ്സ്ഡ് ഫോം എന്ന് പറയുന്നത്. അതുകൊണ്ടാണ് ഇവിടെ ഞാൻ ക്ലോറിനെ കൊടുത്തത്. ഈ ക്ലോറിൻ എന്ന് പറഞ്ഞ് ഇങ്ങോട്ട് മാറ്റി കൊടുത്താലും കുഴപ്പമൊന്നുമില്ല. അപ്പൊ അതിന്റെ വേറെ ഫോമിലോട്ട് പോകുന്നേ ഉള്ളൂ. ഓക്കെ. അപ്പം അടുത്ത ഇവിടെ സ്റ്റാഗേർഡ് ഫോം എന്ന് പറയുന്നത് ലെസ് എനർജി ആണ്, മോർ സ്റ്റേബിൾ ആണ്. അപ്പൊ ഈ ഇവിടെ നമ്മൾ ക്ലോറിനെ കൊടുത്തു കഴിഞ്ഞാൽ ഇതുപോലെ തന്നെ സ്റ്റാഗേർഡ് ഫോം ഉണ്ടല്ലോ, C1ന്റെ ഒരു ക്ലോറിൻ ഇവിടെ നമ്മൾ ഫ്രണ്ട് കാർബൺ ആറ്റത്തെ കൊടുത്തു. ഇനി ബാക്ക് കാർബൺ ആറ്റത്തെ കൊടുക്കുന്നത് ഇവിടെ ക്ലോറിനെ കൊടുത്തു കഴിഞ്ഞാൽ ഇവ തമ്മിൽ കുറച്ച് അടുത്തായിരിക്കണം. അപ്പൊ അവിടെ ടോർഷണൽ സ്ട്രെയിൻ എന്ന് പറയുന്നത് കുറച്ചുണ്ട്. അപ്പൊ അവിടെ എനർജി എന്ന് പറയുന്നത് കുറച്ച് ആവശ്യമായിട്ട് വരും. അപ്പൊ ലെസ് സ്റ്റേബിൾ, കുറച്ച് സ്റ്റെബിലിറ്റി കുറവായിരിക്കും. അപ്പൊ നമ്മൾ എന്ത് ചെയ്യും? ഈ ക്ലോറിനെ ഇവിടുന്ന് അങ്ങ് മാറ്റിയിട്ട്, അതായത് ഇവിടെ കൊടുക്കാതെ ഇവിടെ അങ്ങ് ഈ ക്ലോറിനെ, പുറകിലത്തെ കാർബൺ ആറ്റത്തിലുള്ള ക്ലോറിനെ ഈ ഭാഗത്ത് നേരെ ഓപ്പോസിറ്റ് ആയിട്ട് കൊടുത്തു കഴിഞ്ഞാൽ അത് മോർ സ്റ്റേബിൾ ഫോമുമാണ്. സ്റ്റാഗേർഡ് മോർ സ്റ്റേബിൾ ആൻഡ് സ്റ്റാഗേർഡ് ഫോമാണ്. അതായത് രണ്ട് അറ്റത്തിലായിരിക്കുന്നത്. അപ്പം രണ്ടറ്റത്താകുമ്പോഴത്തേക്കിനും ടോർഷണൽ സ്ട്രെയിൻ എന്ന് പറയുന്നത് ഇല്ല. അപ്പം എനർജി കുറവാണ്. എനർജി കുറവാണെങ്കിൽ അവിടെ എന്തായിരിക്കും? മോർ സ്റ്റേബിൾ ആയിരിക്കും. ഓക്കെ. അപ്പൊ ഇതാണ് 1,2 ഡൈക്ലോറോ ഈതേന്റെ എക്ലിപ്സ്ഡ് ഫോം, സ്റ്റാഗേർഡ് ഫോം. ഇനി നമുക്ക് പഠിക്കാനായിട്ടുള്ളത് ന്യൂമാൻ പ്രൊജക്ഷൻ കഴിഞ്ഞു. ഇനി സോഹേഴ്സ് പ്രൊജക്ഷൻ ആണ്. സോഹേഴ്സ് പ്രൊജക്ഷനകത്ത് സോഹേഴ്സ് പ്രൊജക്ഷൻ. സോഹേഴ്സ് പ്രൊജക്ഷൻ ഓഫ് ഈതേൻ. സോഹേഴ്സ് പ്രൊജക്ഷൻ ഓഫ് ഈതേൻ എന്ന് പറയുന്നത് ഇപ്പൊ ഇതുപോലെ തന്നെ ഈതേനെ നമ്മൾ CH3 അല്ലെ, CH3 എന്ന് എഴുതിയേക്കുന്ന ആ ഈതേന് നമ്മൾ കാർബണിന് 2 എണ്ണം കൊടുക്കുക. ഈ കാർബൺ ആറ്റത്തിൽ എത്ര ഹൈഡ്രജൻ ഉണ്ട്? 3 ഹൈഡ്രജൻ ഉണ്ട്. അതാ ഈ ഫോമിലോട്ട് അങ്ങ് വരയ്ക്കുക. ഇതിനെ ഈ ബോണ്ടിന് നമ്മൾ ഇങ്ങനെ കൊടുക്കുക. ഓക്കെ. ഇവിടെയെല്ലാം നമ്മൾ ഹൈഡ്രജനെ കൊടുക്കുക. ഇതാണ് നമ്മൾ സോഹേഴ്സ് പ്രൊജക്ഷൻ ഓഫ് ഈതേൻ എന്ന് പറയുന്നത്. ഈ സോഹേഴ്സ് പ്രൊജക്ഷൻ ഓഫ് ഈതേൻ രണ്ടും ഒരേപോലെ അങ്ങോട്ട് ഒരേപോലെ ഇരിക്കുവാണെങ്കിൽ അത് എക്ലിപ്സ്ഡ് ഫോം ആയിരിക്കും. എക്ലിപ്സ്ഡ് ഫോം എന്ന് പറഞ്ഞാൽ അതിന്റെ എനർജി എന്ന് പറയുന്നത് എന്തായിരിക്കും? എക്ലിപ്സ്ഡ് ഫോമിന് ഹൈ എനർജി ലെസ് സ്റ്റേബിൾ. ഓക്കെ. ഇനി സ്റ്റാഗേർഡ് ഫോം എന്ന് പറഞ്ഞാൽ നമ്മൾ ഈ കാർബൺ ആറ്റത്തിൽ ഇങ്ങനെ വരയ്ക്കുക. കാർബൺ ആറ്റത്തെ ഇതുപോലെ തന്നെ വരയ്ക്കുക. ഹൈഡ്രജൻ ഫ്രണ്ട് കാർബൺ ആറ്റം അതുപോലെ തന്നെ ഇരുന്നോട്ടെ.
ഇത് ഫ്രണ്ട് കാർബൺ ആറ്റമായിട്ട് നമ്മൾ റെപ്രസെന്റ് ചെയ്യുന്നു. അടുത്ത പുറകിലത്തെ കാർബൺ ആറ്റം എന്ത് ചെയ്യുന്ന നേരെ ഫ്ലിപ്പ് ചെയ്ത് ഈ ഹൈഡ്രജൻ എന്നുള്ളത് മുകളിലോട്ട് വരും. ഓക്കെ, ഇത് രണ്ടെണ്ണം താഴത്തോട്ടും വരും, ഫ്ലിപ്പിംഗ് ആണ്. അപ്പൊ ഇതെന്ന് പറയുന്നത് എന്താണ്? എക്ലിപ്സ്ഡ് ഫോം അല്ല, സ്റ്റാഗേർഡ് ഫോം അല്ലെ, സ്റ്റാഗേർഡ് ഫോം. ഇത് എക്സാമ്പിൾ ചോദിച്ചു വരുന്നതാണ്. സ്റ്റാഗേർഡ് ഫോം എനർജി എന്ന് പറയുന്നത് സ്റ്റാഗേർഡ് ഫോം ആണെങ്കിൽ എനർജി ലെസ് സ്റ്റേബിൾ ആയിരിക്കും. എനർജി ലെസ് സ്റ്റേബിൾ ആയിരിക്കും. അല്ല, എനർജി എന്ന് പറയുന്നത് ലെസ് ആയിരിക്കും. ലെസ് എനർജി, ലോ എനർജി, അതുപോലെ തന്നെ സ്റ്റെബിലിറ്റി മോർ സ്റ്റേബിൾ ആയിരിക്കും. അതായത് നമ്മൾ ഇതിൻ്റെ അകത്ത് പറഞ്ഞ പോലെ തന്നെ കൺഫർമേഷൻസ് ഓഫ് ന്യൂമാൻ പ്രൊജക്ഷൻ ഓഫ് ഈഥെയ്ൻ പറഞ്ഞ പോലെ തന്നെയാണ് സോഹോഴ്സും വരുന്നത്. രണ്ടും അതായത് രണ്ടും ഒരേപോലെ ഇരുന്ന് കഴിഞ്ഞാൽ രണ്ടും നേരെ തിരിഞ്ഞിരുന്നാലും അതെന്താണ്? എക്ലിപ്സ്ഡ് ഫോം ആണ്. ഇത് രണ്ടും ഒരേപോലെ ഇരുന്ന് കഴിഞ്ഞാൽ രണ്ട് ഹൈഡ്രജൻ രണ്ട് ഇതുമെല്ലാം ഒരുപോലെ വന്നു കഴിഞ്ഞാൽ അത് എക്ലിപ്സ്ഡ് ഫോമും, ഒരെണ്ണം ഇതായിട്ട് മറ്റേന്ന് നേരെ ഓപ്പോസിറ്റ് ആയിട്ട് ഇരുന്ന് കഴിഞ്ഞാൽ അത് സ്റ്റാഗേർഡ് ഫോമുമാണ്. നേരത്തെ പോലെ തന്നെ എക്ലിപ്സ്ഡ് ഫോം ആണ് ഹൈ എനർജി ആയിരിക്കും, ലെസ് സ്റ്റേബിൾ ആയിരിക്കും. സ്റ്റാഗേർഡ് ഫോം ആണെങ്കിൽ ലോ എനർജി ആയിരിക്കും, മോർ സ്റ്റേബിൾ ആയിരിക്കും. ഓക്കെ, ഇത് എപ്പോഴും എക്സാമിന് ചോദിച്ചു വരുന്ന ക്വസ്റ്റ്യൻ ആണ്. എല്ലാവർക്കും മനസ്സിലായെന്ന് വിശ്വസിക്കുന്നു. താങ്ക് യു.